എൻ്റെ അമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കി അച്ചാറ് കണ്ട പെണ്ണും കൊടുത്ത് അവനങ്ങ് ചുവിച്ച് കിടക്കുക. എന്താടാ എടാ നോക്കി നിൽക്കാതെ ഒരു ബെഡ്ഷീറ്റ് എടുത്ത് കാണാ. എടാ ശങ്കര, നീ കൃത്യമായിട്ട് ഇവിടെ തന്നെ എങ്ങനെയാടാ വന്നു പെട്ടെ? അതോ വണ്ടി ഇവിടെ വെച്ചാൽ മതി. ലുക്മാനെ, ഈ വണ്ടി ഒന്ന് വിളിച്ച് ശരിയാക്കിക്കണേ. മെക്കാനിക്കൽ എന്തോ പറ്റി? പഞ്ചറായതാ. ഒരു കൊട്ടേഷൻ കഴിഞ്ഞിട്ട് വന്നിട്ട് നിൽക്കുക. ഒന്ന് കുഴമ്പൊക്കെ ഇട്ടൊന്ന് കുളിക്കേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല, ഞാൻ എടുത്തോളാം. വാ ശരി പോ. ആ ഷൂവിൻ്റെ വള്ളി കഴിഞ്ഞ് കിടക്കുന്നത് അല്ലെങ്കിൽ മറിഞ്ഞടിച്ച് എവിടെയെങ്കിലും വീഴും. എന്നാൽ ആശുപത്രി സ്ഥലമില്ല. ഒരു യുദ്ധം കഴിഞ്ഞിട്ട് വന്നിട്ട് നിൽക്കുക. ഓരോ വധൂരികളും എന്താടാ എടാ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് 250 പോയേ. നിന്റെ കാർഡ് എടുത്ത് കാശ് കൊടുത്താൽ നിന്റെ അക്കൗണ്ടിൽ നിന്ന് എൻ്റെ പോകത്തുള്ളൂ. അപ്പൊ നീ എൻ്റെ കാർഡാണ് എടുത്തേ? അത് മെസ്സേജ് വന്നപ്പോൾ മനസ്സിലായില്ലേ? നീ എന്നെ തൊലപ്പിക്കാനായിട്ട് കൊണ്ട് കെട്ടിയെടുത്താണോ? ഹലോ, ഫുഡിൻ്റെ ആളാണോ? എവിടെ എത്തി? അവിടെ തന്നെ ഞാൻ അതേ വരുന്നത്. ആടെ ഫുഡ് വാങ്ങിച്ചോട്ട് ഞാൻ പോയി മേടിച്ചോണ്ടിരാം. നീ പോയി മേടിച്ചിട്ട് വാ. എടാ ഫുഡ് വന്നോ? എടാ കഷ്ണം തന്നെയാണ്. നിനക്ക് ചാറ് മതി എന്നല്ലേ പറഞ്ഞു? അതൊക്കെ പണ്ട്. ഇപ്പഴേ കാശ് മുടക്കിയ ഞാൻ കഴിച്ചോളാം. എനിക്കൂടെ വെച്ചേക്കെ. മിച്ചോണ്ട് തരാം. എടാ നീ പൊറോട്ട ചിക്കനല്ലേ ഓർഡർ ചെയ്തേ? ഇത് ബിരിയാണി ആണല്ലോ. നോക്കട്ടെ. എടാ അവന് മാറിപ്പോയെന്നാ തോന്നുന്നത്. എന്നോട്ടെ എനിക്ക് വിശന്നിട്ട് കണ്ണ് കാണാൻ പാടില്ല. എടാ അവന്റെ സാലറി കേട്ടോ. അയ്യടാ, നിനക്ക് അവന്റെ സാലറി പോകുന്നില്ല. എന്റെ കാശ് വന്നിട്ട് തരണമൊന്നുമില്ലല്ലോ. എനിക്കത് പറ്റത്തില്ല. ഞാൻ വിളിക്കാം. നീ വിളി, അപ്പത്തേക്ക് ഞാനത് കഴിക്കും. കുറച്ച് പൈസ ചാർജ് ഇപ്പോൾ നിനക്ക് വേണേ ഒന്ന് തിന്നു. ബിരിയാണി തിന്നല്ലോ, അതിന്റെ ആള് വന്നിട്ടുണ്ടേ. സാറേ സാറിന്റെ ഫുഡ് മൊത്തം കഴിച്ച് ഞാൻ തൊട്ടിട്ടില്ല. സാറേ സാറേ ഞങ്ങൾ എന്ത് വേണം മേടിച്ചു തരാം. എന്റെ അക്കൗണ്ട് 20,000 രൂപ ഇട്ട് ഉണ്ടോ? ഒരു വിട്ട മേടിച്ചു തരാം. എനിക്ക് ഓർഡർ ചെയ്യും. ഞങ്ങൾ ചെയ്യാം സാറേ, ഇപ്പൊ ചെയ്യാം സാറേ. ഒരു മട്ടൻ ബിരിയാണി. പിന്നെന്താ സാറേ വേണ്ട? 20 പൊറോട്ട. ജ്യൂസ് വേണം സാറേ, ഓടിക്കുന്നില്ല. ജ്യൂസ് നീ കുടിച്ചാൽ മതി. എനിക്കൊരു കോള. ഒരു 8 കോള. ഇവിടെ നമ്പർ അറിയാലോ? അരമണിക്കൂറിനകത്ത് പിന്നെ ഞാനിങ്ങോട്ട് കള്ളപ്പന്നി ഇറങ്ങി വാടാ. യവനിത് എവിടെ പോയിടാ? എടാ കള്ള നാറി ഇറങ്ങി വാടാ അവിടെ. കള്ള എടാ കാട്ടുകള്ള. ഏതാടാ ആരാടാ നീ? ഞാൻ ലുക്മാൻ. ലുക്മാൻ? അതേത് മാൻ? സൂപ്പർമാൻ സ്പൈഡർമാൻ എന്നൊക്കെ കേട്ടിട്ടില്ല, അതുപോലത്തെ ഒരു ലുക്മാൻ. എന്താ ലുക്മാന്റെ പ്രശ്നം? സാറിന് അറിയണോ? പറ. ഈ തെണ്ടിയുടെ നാട്ടിൽ ഒരു തെണ്ടി ഇവിടെ നിന്നും പറഞ്ഞ് ഈ തെണ്ടി എനിക്ക് 1000 രൂപ വന്നു അവനെ കൊല്ലാൻ. അതേ തെണ്ടി? എടാ നീ പറയടാ. 1000ന്റെ നോട്ട് 500 2 നോട്ടാണ്. അതിൽ ഒരെണ്ണം കള്ള നോട്ടായിരുന്നു സാറേ. കള്ളനോട്ടാ? ഇച്ചിരി കീഴ്ചയുള്ളത്. നീ മിണ്ടല്ലേ? ആ പൈസ ആയിട്ട് ഞാൻ ബാറിൽ പോയി ഇപ്പൊ കക്കൂസായിട്ട് ഞാൻ അവിടെ വന്നിരിക്കുന്നേ. അനിയന്റെ പ്രശ്നം ഞാൻ പരിഹരിച്ചു തരാം. വാ. എടാ നീ ഇതെങ്ങോട്ടാ? നിന്റെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല.
പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ കണക്ക് മാഷ് എന്നെ തല്ലിപ്പോ അത് കണ്ട് പേടിച്ച് നീ നിക്കണേ മൂത്രം ഒഴിക്കുമായിരുന്നു. നീ എന്നെ തല്ലിക്കാൻ വിട്ടല്ലോ. ആത്മാർത്ഥത ഇല്ലാത്തവനെ. പൊന്നടാ കൈ നിർത്തിട്ട് പറഞ്ഞാ ഞാനൊന്നും ചെയ്തില്ല. നീ കൂടുതൽ കള്ളൊന്നും പറഞ്ഞ. ആ ചെറുക്കൻ ഞാൻ രാവിലെ വന്നപ്പോ കണ്ടതാ. അവൻ അപ്പഴേ എന്നോട് പറഞ്ഞ ഒരുത്തനെ ബ്ലോക്ക് ചെയ്യാൻ നിൽക്കുവാന്ന്. നിനക്ക് എന്നെ തല്ലിക്കണോ? ഞാൻ അങ്ങനെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? ഒന്നല്ല നമ്മൾ ഒരു പാത്രത്തിൽ ഉണ്ടോറങ്ങി വളർന്നതല്ലേ. മതിയാലോ നിന്റെ അടുത്ത് ഒറ്റ അടി അടിച്ചോണ്ടല്ലോ. ഞാൻ പോവാ. നീ പൊക്കോ. പക്ഷെ നീ രാത്രിക്ക് ഇറങ്ങി പോവല്ലേ? നീ രാത്രിക്ക് ഇറങ്ങി പോയി വല്ല പറ്റിയ പിന്നെ ഞാൻ ഉത്തരവാദിത്തം പറയണ്ടേ? അയ്യ നിനക്കും ആഗ്രഹം തന്നെയാണ് എനിക്ക് എന്തെങ്കിലും പറ്റിക്കാണാൻ. എടാ ഞാൻ വെറുതെ പോകുന്നെന്ന് നീ വിചാരിക്കട്ടാ. നിന്റെ നാട്ടുകാരെയും വീട്ടുകാരൊക്കെ നിന്റെ തനിക്കോണം ഞാൻ അറിയിച്ചിട്ടേ പോകത്തുള്ളൂ. എന്റെ പൊന്നടാ നീ ഒന്ന് അടക. നമുക്ക് സമാധാനം ഉണ്ടാക്കാൻ നീ അത് വിട്ടേ. നീ ഒന്ന് സമാധാനം നീ ഒന്ന് ഇരിക്കാതെ ഒന്ന് എന്റെ പൊന്നോ. നീ അടക. ശരി ഞാനിവിടെ നിൽക്കാം. ഒരു കണ്ടീഷൻ ഉണ്ട്. എനിക്ക് ഹോളിൽ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ. രാത്രി നീ എന്നെ കൊല്ലാനും പഠിക്കാനോ? ഞാൻ നിന്റെ ബെഡ്റൂമിൽ കിടന്നോളാം. സമ്മതമാണ് പറയില്ല. ഇപ്പൊ ഞാൻ ഇറങ്ങും. ആണോ അല്ലയോ എനിക്ക് ഇപ്പൊ അറിയണം. നീ കിടന്നോ? ശങ്കര വന്നു കഴിഞ്ഞത് എന്റെ മുറി പിടിച്ചെടുത്തല്ലോ. അവനിതവിടെ പോയി. ശങ്കര ദൈവം ഇനി എൻ്റെ പേഴ്സ്. നീ ഇതെവിടെയായിരുന്നു? നിന്നെ വായു സാധനങ്ങളൊന്നും കാണുന്നില്ലല്ലോ. ആ റൂമിലുണ്ടാ. എന്നിട്ട് ഞാൻ നോക്കിയിട്ട് കണ്ടില്ലല്ലോ. അതാ കട്ടിലടിയിൽ ഉണ്ടാവൂടാ. അതെന്നതാ ഇത് നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ നീ എന്റെ കാർഡ് പിന്നെ എടുത്തോ? എടാ നിന്റെ പിന്നറിയ ഞാൻ എങ്ങനെ കാശ് എടുക്കാനാടാ? അപ്പൊ പിന്നെ ഇത് മേടിക്കാനുള്ള കാശ് വിടുന്ന ഇതോ അതിന്റെ ഇന്നലെ തന്നെ ആ കീറിയ 500 നോട്ടിൽ അതെടുത്ത് ഞാൻ മേടിച്ചതാ. എന്നാ നിന്റെ ബാക്കി ഒരു കള്ളത്തരം കാണിക്കുമ്പോൾ അതിൻ്റെതായിട്ടൊരു ടെക്നിക്ക് ഉണ്ട്. അതൊക്കെ ഞാൻ നിനക്ക് പഠിപ്പിച്ചത്. ഏതായാലും ഞാൻ കുറച്ച് ദിവസം കൂടെ ഉണ്ടാവില്ലേ. നീ ഇത് എവിടുന്ന് മേടിച്ചേ? ഇതാ പോസ്റ്റ് ഓഫീസിന് അടുത്തുള്ള ഹോട്ടലിൽ നിന്ന്. എന്റെ പൊന്നെ അവിടുന്നോ? അവിടെ നിന്ന് എന്താ? ഓ നീ രാവിലെ 8 പണിയൊന്നുമില്ലടാ. എന്താടാ ഇനി ഇതിന്റെ പുറകെ എന്തൊക്കെ പൊല്ലപ്പുണ്ടാവും എന്തോ. നീ എന്നാ മേടിച്ചേ? പോയി നോക്ക്. എടാ ഞാൻ പോയി നോക്കാം. നീ ആ പ്ലേറ്റ് എടുത്ത് വെക്കാൻ നോക്കടാ. എടാ നിന്നെ തപ്പി ആരാണ് വന്നേക്കുന്നടാ? പിന്നെ തപ്പിയാ? പോയി നോക്ക്. രാവിലെ ആരാടാ അത്? അതെ എന്നോട് ഞാൻ 1-2 വട്ടം പറഞ്ഞാണ് ഈ കീറിയ നോട്ടും കൊണ്ട് എന്റെ കടയ്ക്ക് വരരുത്. ഞാൻ അറിയണം അവന്റെ പേഴ്സായിട്ട് വന്നാ. ആര്? അവനോ? നിന്റെ പേഴ്സ് ആ. അറിയാതെ എന്നാ പിടിച്ചാന്റെ പൈസ എന്റെ കാശ് എടുത്ത തരാം. ഇത് ഞാൻ തന്ന പൈസ അല്ലേ ഉള്ളൂ. ബാക്കി പൈസ ബാക്കിയായിട്ട് ഞാൻ കടയിലോട്ട് വന്നോളാം. ഇനി മേലില് എന്റെ കടന്റെ പരിസരത്തേക്ക് 2 ആളും വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ പറഞ്ഞു. ഇത് തീർന്നോ? സിറ്റിയിലൊക്കെ ചെറിയ കൊല്ലടാ. അത് എനിക്ക് തന്നെ തരില്ല. പിടിക്കാൻ ഞാൻ ഒരു ഇന്റർവ്യൂ പോവാ. ഉച്ച കഴിഞ്ഞ് വരൂ. അതുവരെ ദയവ് ചെയ്ത് ഈ പടിക്ക് പുറത്തിറങ്ങരുത്. നാശം പിടിച്ചോ വന്നപ്പോ തൊട്ടെന്റെ. അനന്ത ഒന്ന് നിന്ന്. രവിട്ട ഞാൻ വാടക എങ്ങനെയല്ലോ 2 ദിവസം കൂടി തരാം. അത് കുഴപ്പമില്ല. പിന്നെ ഇതിന്റെ കൂടെ പുതിയ താമസക്കാരോ വന്നൊന്ന് മോള് പറഞ്ഞല്ലോ. അതാരാ? രവിട്ട അതൊരു തലവേദന കേസാ. നാട്ടിൽ നിന്ന് വന്നാ. രവിട്ട എനിക്കൊരു ഉപകാരം ചെയ്യോ? ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് അവൻ എങ്ങനെയും ഒന്ന് പറഞ്ഞിടാവും. എൻ്റെ വീട്ടിൽ ആര് താമസിക്കണം ആര് താമസിക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനല്ലേ. നീ ധൈര്യമായിട്ട് പോയിക്കോ. അത് ഞാൻ കൈകാര്യം ചെയ്തോളാം. ഓക്കെ താങ്ക്സ് രവിട്ട. ശരി.
ആരാ? പപ്പൻ ഇവിടെ ഇല്ലല്ലോ. പപ്പനോ? അനന്തൻ ഒരു ഇന്റർവ്യൂവിന് പോയതാ. അവിടെ താനാരാ? ഞാൻ ശങ്കർ, അവൻ്റെ ഫ്രണ്ടാണ്. നിങ്ങളാരാ? ഞാൻ ഹൗസ് ഓണറാ. അയ്യോ ചേട്ടാ, കണ്ടില്ലേ, ഞാൻ ഈ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുമായിരുന്നു. ആകെ അഴുക്കും പൊടിയാ. ഞാനാണെങ്കിൽ ഈ ഇച്ചിരി വൃത്തിയും മെനയൊക്കെയുള്ള കൂട്ടത്തിലാണ്. നാട്ടിലേയുള്ള ശീലമാണ്. അവനോട് വന്നപ്പോൾ ഞാൻ പറഞ്ഞതാ, എടാ ഇങ്ങനെയാണോ വീടൊക്കെ ഇടുന്നതെന്ന്. അപ്പോൾ അവൻ എന്നോട് പറയുക, അതിനും കൂടെ ചേർത്താൽ ഞാൻ വാടക കൊടുക്കുന്നത്, അതൊക്കെ നിങ്ങളുടെ ജോലിയാണ്. അപ്പം പിന്നെ ഞാൻ തന്നെ ഇന്ന് ആകെ മൊത്തം അടിച്ച് വൃത്തിയാക്കിയിടാന്ന് വെച്ചു. ഇന്ന് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. അയ്യോ ചേട്ടാ, അകത്തോട്ടിരിക്കേ, ഞാൻ ഒരു ചായ എടുക്കട്ടെ? വേണ്ട വേണ്ട, ഞാൻ ജസ്റ്റ് ഇവിടെ പോകുന്ന വഴിക്കൊന്ന് കയറി നോക്കിയതാ. അല്ല, അവനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഞാൻ വന്നു പോയെന്ന് പറഞ്ഞാൽ മതി. ശരി ചേട്ടാ. ഓക്കെ. ആനന്ദ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ജസ്റ്റ് ആവറേജ്. എനിക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും സാർ. ഐ ക്യാൻ ഇമ്പ്രൂവ്. ഇതിലും ബെസ്റ്റായ ഒരാളെയാണ് ഞങ്ങൾ ഇതൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതിന് ഹയർ ലെവലിലേക്ക് ഞാൻ ഫോർവേഡ് ചെയ്താൽ തന്നെ അവരത് റിജക്റ്റ് ചെയ്യും. ഒന്നുകൂടി ബെസ്റ്റായിട്ട് നെക്സ്റ്റ് ലെവലിൽ നോക്കാം. ഓക്കെ, ഞാൻ ഒന്നുകൂടി ട്രൈ ചെയ്യാം. ഓക്കെ. സാർ ഫുഡ് ഓർഡർ ചെയ്തതല്ലോ. ആ ബ്രോ, സോറി, അത് ക്യാൻസലേഷൻ ആണ്. എന്താ ബ്രോ അതൊക്കെ? ബ്രോ ഞാനല്ല, എൻ്റെ ഫ്രണ്ടാണ് ഓർഡർ. അവനിപ്പോൾ ഇറങ്ങിപ്പോയി. ഞാനൊന്നും ഓക്കെ ഓക്കെ ഓക്കെ. ബ്രോ ഒരു മിനിറ്റ്. ബ്രോ ആ തൊപ്പി ഒന്ന് മാറ്റോ? ബ്രോ തൊപ്പി. ഞാനോ? അതെ, ബ്രോയുടെ തൊപ്പി തന്നെ പ്ലീസ്. എന്തേനു? എനിക്ക് ബ്രോയുടെ ഫേസ് നല്ല പറഞ്ഞോളൂ. ഒരു ഫെമിലിയർ ഫേസ് ആണ്. എവിടെയാണെന്ന് എനിക്ക് എക്സാക്റ്റ് ആയിട്ട് ഓർമ്മ കിട്ടുന്നില്ല. ഞാനങ്ങനെ ചെറുങ്ങനെ സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. അപ്പൊ ഒരു സിനിമ താരമാണ് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. എന്റെ ബ്രോ 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 എനിക്കൊരു ഫോട്ടോ എടുത്തു. എനിക്ക് സിനിമാ താരങ്ങളൊക്കെ ഫോട്ടോ എടുക്കാൻ ഭയങ്കര നമുക്ക് ഭയങ്കര ക്രൈസ് ഉള്ള ആളാണ്. ഒരു ഫോട്ടോ അപ്പം ഫേസ്ബുക്കിലൊക്കെ കൊടുത്തേ. ഫ്രണ്ട്സിനൊക്കെ അയക്കിട്ടോ. എല്ലാവർക്കും അയക്കും. താങ്ക് യു ബ്രോ. ഇതിന് വേറെ സന്തോഷമാണ് ഇന്നത്തെ ദിവസം. ഞാൻ 3-4 ഡെലിവറി ബ്രോ ഒരു ഡൗട്ട് ഉണ്ട്, അത് ചോദിക്കാൻ വന്നേ. ഈ ഇപ്പം ഞാൻ ഈ ഓർഡർ ചെയ്ത ഫുഡ് നമുക്ക് ക്യാൻസൽ ആയില്ല, അപ്പോൾ അത് ഇങ്ങനെ വേസ്റ്റ് ആയി പോകത്തില്ലേ? ഞങ്ങൾ തന്നെ അയക്കും ബ്രോ. അങ്ങനെയാണെങ്കിൽ അകത്തിരുന്ന് കഴിക്കാൻ, എനിക്കൊരു സിനിമാ താരത്തിൻ്റെ കൂടെ കഴിക്കാനും പറ്റും. വേണ്ട ബ്രോ, അത് വേണ്ട. ഇല്ലെങ്കിൽ എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യായിരുന്നു. എനിക്കൊരു ഫാൻ ബോയ് മൂമെന്റ് ആണിത്. അത് ബുദ്ധിമുട്ടാവൂലേ? അയ്യോ, ഒരു ബുദ്ധിമുട്ടില്ല. അകത്ത് നമുക്ക് എല്ലാ സൗകര്യത്തിലും നമുക്ക് ബ്രോക്ക് റിലാക്സ് ചെയ്തിട്ട് പോകാം. പ്ലീസ്, എനിക്കൊരു സന്തോഷമാണത്. അതൊരു ശീലാക്കാൻ കേട്ടോ. ഇല്ല അങ്ങനെ ഒന്നുമില്ല ബ്രോ. എൻ്റെ കൂടെ വന്നാൽ ഫുഡ് കഴിച്ച് നമുക്ക് റിലാക്സ് ചെയ്ത്. എന്താ പേര്? എൻ്റെ പേര് ശങ്കർദാസ്. AC ഒക്കെ ഇല്ലേ? ഫുൾ കൂൾ ആക്കാന്നേ. ആ, ഇവിടെ ഉള്ള ആളുകളെന്തോ മോട്ടർ ആണെന്നൊക്കെ പറഞ്ഞാൽ ശരിയാക്കി കൊടുത്തല്ലേ? ആ ശരി ശരി. എന്തായി? അവൻ പോയോ? അവനല്ല, നിന്നെയാ പറഞ്ഞു വിടേണ്ടത്. അവനെന്ത് തങ്കപ്പെട്ട പയ്യനാ. ഞാൻ ചെല്ലുമ്പോൾ അവൻ വീടൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. വീട് വൃത്തിയാക്കിയേ? അതെ, പിന്നെ ആ വാടക 2 ദിവസത്തിനുള്ളിൽ തന്നു തീർക്കണം. ഞാൻ തരേണ്ടി പോയിട്ടാ. നീ എന്നാ തിരിച്ചു പോന്നേ? നീ എന്നാ തിരിച്ചു പോന്നേന്ന് തീരുമാനിച്ചില്ല. ആ, എന്നാ തീരുമാനിക്കണം. അതെന്താ ഇപ്പൊ അങ്ങനെ? അതെ, ഉള്ള കാര്യം പറയാം. തൽക്കാലം നിന്നെയും കൂടെ തീറ്റിപ്പോടാനുള്ള വകുപ്പ് എൻ്റെ കയ്യിലില്ല. എന്നാ ശരി, ഞാൻ ഇന്ന് തന്നെ പൊക്കോളാം. ആ, നീ വേഗം പോ. ഡാ, നിന്നെ തപ്പി ഹൗസ് ഓർഡർ വന്നിരുന്നു. എന്താടാ, വാടക കൊടുക്കാനുണ്ടോ? ആ, അത് പറഞ്ഞപ്പോഴാ. നീ ഇവിടെ വലിയ തൂക്കലും തുടക്കലാണെന്നാണ് കേട്ടെ. അതെ, അത് ഞാൻ ചായ ഒടിച്ചു കൊടുത്തപ്പോൾ ആ ഗ്ലാസ് ഒന്ന് വീണ് പൊട്ടിയാണ്. അത് വൃത്തിയാക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങേര് കയറി വന്ന്. നീ വൃത്തിയാക്കി എന്നെ ഇവിടുന്ന് കെട്ടിക്കുവോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? ഞാനിന്ന് തന്നെ പൊക്കോളാം. നീ പഴയ പപ്പനൊന്നുമല്ല, ആളാകെ മാറിയിരിക്കുന്നു. അതെ, ഞാൻ പഴയ പപ്പനല്ല, പക്ഷേ ഒരു മാറ്റം ഇല്ലാത്തത് നിനക്കാ. വാ, പുറത്തു പോവാം, ഭക്ഷണം കഴിക്കാം. എന്നെ തല്ലിക്കാൻ കൊട്ടേഷൻ കൊടുത്ത കൂട്ടാനെടുത്ത് ഫുഡ് കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്റെ പൊന്നടാ, ഞാൻ നിന്നോട് 100 വട്ടം പറഞ്ഞില്ല, അതവനെ കയ്യിൽ നിന്ന് എടുത്തിട്ട് പറഞ്ഞാന്ന്. ആ, ഞാൻ ഊണ് കഴിച്ചു. വീട്ടുകാരൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടല്ലോ അല്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെ പറയണം. എടാ പപ്പ, ടൗണിലേക്കാണ് പറയാം, ഞാനും വരുന്നുണ്ട്. ഓ, എന്നാ വേഗം വാ. ഇതാടാ നിക്ക്, ഞാനും കൂടെ ഉണ്ട്. നീ ബാഗൊന്നും എടുത്തില്ലേ? എനിക്ക് ടൗണിലൊരു ആവശ്യമുണ്ട്, ഞാൻ പൊക്കോളാം. നീ വണ്ടി എടുക്ക്.
എനിക്കേ അച്ഛന് കുറച്ച് സാധനം മേടിക്കോണ്ട്, നീ നോക്കോ. നിനക്ക് തിരിച്ചു വരാൻ അറിയില്ലല്ലേ? ആടാ, ഞാൻ വന്നോളാം. ആനന്ദ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ജസ്റ്റ് ആവറേജ്. എനിക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും സാർ. ഐ ക്യാൻ ഇമ്പ്രൂവ്. ഒന്നുകൂടി ബെസ്റ്റായിട്ട് നെക്സ്റ്റ് ലെവൽ നോക്കാം. ഓക്കെ? ആ ഹലോ ചേട്ടാ, ഞാനേ ഷോപ്പിൻ്റെ ഫ്രണ്ടിലുണ്ട്. ഇതാണോ വണ്ടി? ആ ഇതാ ചേട്ടാ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 18,000 ഓടിയിട്ടുള്ളൂ ചേട്ടാ. എത്ര വില പറഞ്ഞേ? 45 ഉണ്ട് ചേട്ടാ. ഇത് അത്രയ്ക്കൊന്നും ഇല്ലല്ലോ. ഞാനൊരു 32,000 രൂപ തരാം, അത്രയ്ക്കേ ഉള്ളൂ. ചേട്ടാ ഒരു മിനിറ്റ്. ഹലോ. ആ എടാ ആനന്ദാതേ, ഇന്ന് രാവിലെ നിനക്ക് ജോലി പെർമനന്റ് ആവണ കാര്യം പറഞ്ഞപ്പോ നീ എന്താ പറഞ്ഞേ? എടാ ആയടാ, ജോലി പെർമനന്റ് ആയി. സത്യമാണോടാ? ആന്ന്. അതെ, ഇനി സംസാരിക്കാൻ തീരെ സമയമില്ല. നീ നേരെ ഓഫീസിലേക്ക് ഇങ്ങോട്ട് പോരെ, നമുക്ക് മാനേജറായിട്ട് സംസാരിക്കാനുള്ളതാ. ഓക്കെ? ശരിടാ. ചേട്ടാ ഒന്ന് ഏറ്റെടുത്താ, ഒന്ന് ഏറ്റവും 32,000 ഗുണമായിട്ട് ഇറങ്ങിയേക്കോ വണ്ടി മേടിക്കാൻ. അല്ല, ഞാനൊരു 38,000 രൂപ തരാം. ആ 38,000 കൈ വെച്ചോ. അവൻ കൈന്നേരം മസിലായിട്ട് ഇറങ്ങിയേക്കോ ആളെ പറ്റിക്കാൻ. സർ, മേ ഐ? യെസ്. ആനന്ദേ, കൺഗ്രാറ്റ്സ്. താങ്ക് യു സാർ. ജോലി പെർമനന്റ് ആയല്ലോ. നല്ല ഫ്രണ്ടിനെ തന്നെ കിട്ടിയല്ലോ കേട്ടോ. സാർ, അവന് കാര്യങ്ങൾ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അത് ഞാൻ പറഞ്ഞു കൊടുത്തോളാം. ഓ ഓക്കെ, എന്തായാലും നാളെ ജോയിൻ ചെയ്യും. താങ്ക് യു സാർ. ഓക്കെ സാർ. ഓക്കെ, ശരി. എടാ, ഇനി പറയാൻ പോകുന്ന കാര്യം കേട്ടാ നീ ശരിക്കും ഞെട്ടും. എടാ, നിനക്ക് ഈ ജോലി വാങ്ങിച്ചു തരാൻ ഏറ്റവും കൂടുതൽ കാരണക്കാരൻ ആരാന്നറിയോ? നിന്റെ കൂട്ടുകാരൻ ശങ്കർദാസ്. ശങ്കരനോ? ആടാ. എടാ സാർ, ഐ എം ശങ്കർദാസ്. ആ, നമ്മുടെ റെക്കമെൻഡേഷൻ. അതെ സാർ. ഓക്കെ സാർ, എനിക്ക് സാറിനോട് പേഴ്സണലായിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ആ, പറയൂ. സാർ, ഞാനൊരു പേഷ്യൻ്റാണ്. എനിക്ക് 1 വർഷത്തിനപ്പുറം ആയുസില്ല. അപ്പോൾ തൽക്കാലം എനിക്ക് ഈ ജോലിയുടെ ആവശ്യമില്ല. അപ്പോൾ എന്നെക്കാൾ അർഹതയും ആവശ്യമുള്ള എൻ്റെ ഒരു ഫ്രണ്ടിന് ഈ ജോലി കൊടുക്കാനാവുമോ സാറിന്? സോ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. നിങ്ങൾക്ക് ജോലി ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ ഇവിടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നോക്കാനുണ്ടല്ലോ. സാർ, ഇത് മറ്റാരുമല്ല, അനന്തപത്മനാഭനാണ്. ഇവിടെ വർക്ക് ചെയ്യുന്ന അനന്തപത്മനാഭനാണോ നിങ്ങൾ പറയുന്നത്? അതെ സാർ, അയാളുടെ കൂടെയാണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. ഇന്ന് ഞാൻ അവൻ്റെ ID കാർഡ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവൻ ഇവിടെയാണ് ജോലിയെന്ന്. ഒരു സ്ഥിര വരുമാനമില്ലാത്തതിനാൽ അവൻ ഡിപ്രസ്ഡാണ്. എനിക്കാണെങ്കിൽ ഇനിയൊരു ജോലിയുടെ ആവശ്യമില്ല. ഈ ജോലി കിട്ടിയാൽ അവൻ്റെ ലൈഫ് രക്ഷപ്പെടും. ഈ ജോലി അനന്തിന് കൊടുത്തൂടെ സാർ? നിങ്ങൾക്ക് നല്ലൊരു മനസ്സുണ്ട്. നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ആ ജോലി അനന്തിന് തന്നെയായിരുന്നു. എനിക്കെൻ്റെ ശങ്കരനെ കാണണം. രവിട്ടാ, ശങ്കരൻ ഇങ്ങോട്ട് ഇങ്ങനെ വന്നോ? അവൻ ഇപ്പം തന്നെ മോളെയും കൂട്ടി റെയിൽവേ സ്റ്റേഷൻ വരെ പോയല്ലോ. എപ്പോഴാ പോയേ? ഇത് 5 മിനിറ്റ് ആയി കാണും. ആ, എന്താടാ പ്രശ്നം? ഒന്നുമില്ല. ശങ്കരം, എന്താടാ ശങ്കരം, നീ എന്നാടാ എന്നോട് ഈ കാര്യം നേരത്തെ പറയായിരുന്നേ? ഏത് കാര്യം? നിന്റെ അസുഖത്തിൻ്റെ കാര്യം. ഓ അതോ? അതൊന്നും പറയാൻ നിന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ടാടാ. അല്ല, നീ എങ്ങനെ അറിഞ്ഞു? എന്നോട് എൻ്റെ ബോസ് എല്ലാം പറഞ്ഞടാ, നീ ജോലി വേണ്ടെന്ന് വെച്ചത് നിന്റെ അസുഖത്തിൻ്റെ കാര്യമല്ല. എടാ, ആ ജോലി നീ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ, അതെനിക്ക് വേണ്ടടാ. പക്ഷെ ഞാൻ ഇനിയും വരും. അന്ന് കാശില്ലാന്ന് പറഞ്ഞ് നക്കിത്തരം കാണിച്ചാലുണ്ടല്ലോ. ആ താങ്ക്സ് എടാ. ഓടാ. എടാ, നിന്റെ ഫോണൊന്ന് തന്നെ, അച്ഛനൊന്ന് വിളിക്കാനാ. ഹലോ അച്ഛാ, ഞാനാ ശങ്കരനാ. ഞാനൊരു 9:30 ആകുമ്പോൾ അവിടെ എത്തും. അവിടെ വന്ന് നിന്നോണേ. ഞാൻ എത്തിയേക്കാം. പിന്നെ നീ പോയ കാര്യം എന്തായി? അത് എന്നത്തേം പോലെ തന്നെ അച്ഛാ, വന്ന് ശരിയായില്ലെന്നേ. ആ, എന്നാ വേഗം പോരെ. 9:30 അല്ലേ? ആ, ഞാൻ സ്റ്റേഷനിൽ എത്തിയേക്കാം. ആ ശരി. അപ്പൊ ഞാൻ പോയക്കട്ടാ. പോടാ. വാ, നമുക്ക് പോവാം. ഹലോ അച്ഛാ.
അവനെന്തേടാ? ആ അവൻ ഇറങ്ങുന്നു. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ദേവിക, ഇയാൾക്ക് പറയാനുള്ള എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇതൊക്കെ ഈ പ്രായത്തിൽ ഏതൊരു പെൺകുട്ടിക്കും ഉണ്ടാവുന്നതാണ്. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. പക്ഷേ എനിക്കിപ്പോൾ അതിനൊന്നൊരു ടൈമില്ല. ഐ എം സോറി. അയ്യടാ, പ്രേമിക്കാൻ പറ്റിയൊരു സാധനം ആ പാൻറ്റിൻ്റെ സിബിട്ടില്ല അതെട്ടോ. അവൻ്റെ ഈ രോഗത്തിൻ്റെ കാര്യം എന്നോട് പറയായിരുന്നേ. രോഗമോ? എന്ത് രോഗം? ഇവിടെ ജോലിക്കൊന്നും പോകത്തോണ്ടാ നിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത്. അവനെ പണിയെടുത്ത് ജീവിക്കാൻ മടിയാ. എന്റെ തലവിധി, അല്ലാതെ എന്തു പറയാനാ? എടാ ചങ്ങല പോടാ. ആക്ഷൻ. നീ എപ്പോഴാ പോകുന്നേന്ന്? നീ ഇവിടെ തുറക്കാണെന്നാണോ കേട്ടെ? ആ തുറന്നോ. റിഹേഴ്സൽ വേണോ?